കല്യാണം കഴിക്കാൻ എനിക്ക് കുഞ്ഞോ? ഫാമിലി ആയി കഴിയുമ്പോൾ പിന്നെ തിരക്കുണ്ടാവില്ലല്ലോ, അതങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്താ പറയാ, അപ്പോഴത്തേക്കും ഞാൻ സ്ഥലത്തുണ്ടാക്കി വെക്കണം. ഫാമിലി ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഏത് കുഞ്ഞായാലും നല്ലതായിട്ട് വളരണം. പിന്നെ നമ്മുടെ കയ്യിലല്ല. ചേച്ചി അടുത്ത ഇനി ബിഗ് ബോസ് സീസൺ വരാൻ പോവാണല്ലോ. കൺഫേമായില്ല, എന്നാലും വരുമല്ലോ ഉടനെ. അപ്പം ചേച്ചിയുടെ ഒരു ഇമാജിനേഷൻ ആരെങ്കിലും ഒരാളെ, നമ്മളിപ്പോ എല്ലാവർക്കും കാണുമല്ലോ ഇന്നാൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നാൾ വരാൻ സാധ്യത, ചേച്ചിയുടെ ഇമാജിനേഷൻ ആരെങ്കിലും അകത്ത് കയറാൻ പ്രഡിക്ഷൻ അതാണ് ഉദ്ദേശിച്ചത്. ആരെങ്കിലും ഒരാളെ എനിക്ക് എത്രയും വിനോദമുള്ള ഒരാളായിരിക്കണം. ഞാൻ പറഞ്ഞോളൂ. അകത്ത് കയറാൻ പോകുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഒന്നും ഇല്ല, ഇതെങ്ങനെ നിങ്ങൾ പുറത്ത് വരും എന്നുള്ളതൊന്നും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാതെ ആക്ച്വലി എനിക്ക് പോസിറ്റീവ് തന്നെയാണ് പറയാം. അത് പക്ഷെ ഞാനിങ്ങനെ പറയുന്നത്, പക്ഷെ അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് പോസിറ്റീവാണ് ഒരു 80% ഉണ്ടായിട്ടുള്ളൂ. കാര്യം അതിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് എനിക്ക് മലക്കോട്ടെ വാലകം കിട്ടിയത്. അതിനെ തുടർന്നാണ് എന്താ പറയുക, പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് വെച്ചാൽ, ഇവൻ എല്ലാവരും പറയുന്നത് അവിടെ നിന്ന് പോകണം അവരുടെ കരിയർ. ഓൾമോസ്റ്റ് അധികം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു 90% ആൾക്കാരുടെയും കരിയർ അവിടെ നിന്ന് പോകാണ്. കാര്യം എന്താ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഒരു നെഗറ്റീവ്സ് ആയിരിക്കാം, മേ ബി ആയിരിക്കാം. അവരുടെ ഒരു റിയൽ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട് അനലൈസിങ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അവരുടെ കരിയർ അങ്ങ് ഇല്ല. എനിക്ക് അതിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് എനിക്ക് മൂവി കിട്ടിയത്. എൻ്റെ ഗ്രാഫ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം താഴ്ന്നിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, ഒരു 80-90% അതിന് ഒരു പിന്നെയും വെച്ച ഒരാൾക്ക്, എനിക്കും 1-2 പേർക്ക്, എനിക്ക് തോന്നുന്നു അഖിലിനും മൂവീസ് അത്യാവശ്യമുണ്ട്. ഞങ്ങൾ ഇപ്പം ജാസ്മിനും അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതൊന്നും ബാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ. അല്ല, ജാസ്മിനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെയോ ഇത് ബാധിച്ചിട്ടുണ്ട്. അതായത് കരിയർ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് തോന്നുന്നില്ല അതേ ബാധിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഹൈപ്പ് തന്നെയാണ്. ജാസ്മിനെ പേഴ്സണലി എനിക്ക് അറിയുന്ന കുട്ടിയാണ്. പേഴ്സണലി എനിക്ക് മീൻസ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ബിഗ് ബോസിന് ശേഷം. നല്ല കുട്ടിയാണ്. എനിക്ക് അങ്ങനെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യം വരും, എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ പറയും. എന്നെ പോലെ തന്നെ എനിക്ക് തോന്നിയത് സിറ്റുവേഷൻഷിപ്പ് ചെയ്ത കുട്ടിയാണ്. അവരുടെ പേഴ്സണൽ ചോയ്സസ് അല്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാനല്ല, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ആളല്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ്. അവർക്കറിയാം അവരുടെ കരിയർ എന്ത് ചെയ്യണം, അവരുടെ ലൈഫ് എങ്ങനെ ചെയ്യണം, സ്വന്തം ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതിപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഓ അല്ല അവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റേണ്ട കാര്യമില്ല. ഒരു ലൈഫ് എന്തെങ്കിലും ചെയ്യാം. പേഴ്സണൽ ഇഷ്ടമാണ് എനിക്ക് ജാസ്മിനെ തന്നെയാണ്. സത്യം പറയുള്ളൂ, ജാസ്മിനെ തന്നെയാണ്. ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാൽ പോവോ ചേച്ചി? ഞാനോ? ഇല്ല, ഒന്നും അറിഞ്ഞൂടാതെ പോയി ചേർന്നത് അതിനകത്ത്. പക്ഷേ എന്താ പറയുക, ഫിനാൻഷ്യലി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫിനാൻഷ്യലി ഓക്കെ ആയിരുന്നു. പിന്നെ ഏഷ്യാനെറ്റ് എന്നെ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയും പോകുമോയെന്ന് വെച്ചാൽ പോകത്തില്ല. അത് എനിക്ക് പറ്റിയൊരു ഇതല്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം അറിയാം എന്താണ്. അപ്പോൾ പോകണമെങ്കിൽ നമ്മൾ പുറത്ത് കുറേ PR ഒക്കെ കൊടുത്തിട്ട് പോകണം. സത്യമല്ലേ?